എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഒരു 12.8 വോൾട്ട് 42Ah വരുന്ന ഒരു ലിഥിയം ബാറ്ററി പാക്കാണ്. ഇത് നമ്മൾ പൊളിച്ചടുക്കി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സെല്ല് വെച്ചിരിക്കുന്നത്, അതുവേണം BMSും കാര്യങ്ങളും, പിന്നെ കമ്പനി കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ 42Ah രണ്ട് ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇന്ന് നമ്മൾ പൊളിക്കാൻ പോകുന്നത്. അതിനുശേഷം അടുത്ത ബാറ്ററി പാക്കും നമ്മൾ ഉടൻ തന്നെ പൊളിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മളിത് പൊളിച്ച് കളഞ്ഞ് നശിപ്പിക്കാനല്ല, ഇത് ഉപയോഗിച്ചിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. അതൊക്കെ താമസിക്കാണ്ട് വേറെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇതുപോലത്തെ നീല കവർ പെട്ടിക്കകത്ത് വരുന്ന ലിഥിയം ബാറ്ററി പാക്കൊക്കെ നമുക്ക് ഇൻവെർട്ടർ കൊടുത്തിട്ട് ഉപയോഗിക്കാൻ അത്ര നല്ലതല്ല. ഇത് പൊളിച്ചു കഴിയുമ്പോൾ നിങ്ങളെ നമ്മൾ കാണിച്ചു തരാം. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് സോളാർ സ്റ്റീൽ ലൈറ്റ്, പിന്നെ DC സോളാർ സെറ്റപ്പ്, അതായത് ഒരു ഇൻവെർട്ടറിൻ്റെ സഹായം ആവശ്യമില്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ ഈ ലിഥിയം ബാറ്ററി പാക്കിൽ നിന്ന് ലൈറ്റ് ഫാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സെറ്റപ്പാണ്. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇതേപോലെ വരുന്ന ലിഥിയം ബാറ്ററി പാക്കിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ വീടിൻ്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ, കുറച്ച് ഈർപ്പമൊക്കെ അടിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശങ്ങൾ വന്നിട്ട് തുരുമ്പെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചാണ്. ആ സെല്ലിൻ്റെ പരിസരത്തൊക്കെ നല്ല രീതിയിൽ തുരുമ്പൊക്കെ എടുത്തു. ആ തുരുമ്പ് കാരണമാണെങ്കിൽ അവിടെ കണക്ഷൻ വരെ ചെറിയ പ്രശ്നങ്ങൾ വന്നു. പിന്നെ നമ്മൾ അഴിച്ച് അത് രണ്ടാമത് സെറ്റാക്കി, പിന്നെ വേറൊരു പെട്ടിയൊക്കെ ഉണ്ടാക്കി വാട്ടർ പ്രൂഫായിട്ട് പശയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചു. അതുകൊണ്ട് ഇത് വെക്കുമ്പോൾ യാതൊരുവിധ മഴയും നനയില്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാൻ നിങ്ങൾ നോക്കണം. ഇവിടെ എഫോക്സി ഷീറ്റ് ഉപയോഗിച്ച് ഈ പറയുന്ന സെല്ലിൻ്റെയും BMSൻ്റെയും മുകൾ ഭാഗത്ത് കവർ ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും നൈലോൺ ടേപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ലിഥിയം ബാറ്ററി പാക്കൊക്കെ ഈ കാണുന്ന പോലെ നിങ്ങൾ അഴിച്ച് പണിയുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് സമയമെടുത്ത് ചെയ്യണം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ആവാണ്ടൊക്കെ നോക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ കത്തിയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കത്തി വഴി ഷോർട്ടായി കഴിഞ്ഞാൽ അന്യായ ചൂടായിരിക്കും, കൈയൊക്കെ പൊള്ളി നാശമാവും. പിന്നെ ഇത് പല അപകടങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഈ പറഞ്ഞ ലിഥിയം ബാറ്ററി പാക്ക് പണിതുകൊണ്ടിരുന്നപ്പോൾ കത്തി ഉപയോഗിച്ച് ഷോർട്ടായി. അപ്പോൾ കൈ പൊള്ളിപ്പോയി, നല്ല രീതിയിൽ പൊള്ളി. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഏതാണ്ട് 7000 രൂപയ്ക്ക് താഴെ എങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ്. അത് ഇതിൻ്റെ പഴയ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഇപ്പോൾ പണ്ടത്തേക്കാളും പ്രൈസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലിഥിയം ബാറ്ററി പാക്കൊക്കെ വാങ്ങാൻ നല്ല പറ്റിയ സമയമാണ്. ലിഥിയം ബാറ്ററി പാക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. ഈ സെല്ല് തമ്മിൽ ബാലൻസ് ആക്കാനും BMS കറക്റ്റായിട്ട് കൊടുക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ലെങ്കിൽ വെറുതെ സെല്ലും BMS ഒക്കെ വാങ്ങി പണി മേടിക്കുക അല്ലാണ്ട് വേറെ നടപടിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒന്നുമില്ലെങ്കിൽ ഒരിക്കലും വാങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല പണി ഏതെങ്കിലും ഒരു കമ്പനിയുടെ സാധനം വാങ്ങുക. അത്യാവശ്യം 3 വർഷമെങ്കിലും വാറണ്ടി ഉണ്ടെങ്കിൽ ഓക്കെ. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ കമ്പനികളും തന്നെ ഈ പറഞ്ഞ പോലെയാണ് സെല്ല് സെറ്റാക്കി വെക്കുന്നത്. സെല്ലിൻ്റെ ഹോൾഡറൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് വേണം ചേർത്ത് വെച്ച് ടേപ്പ് അടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സ്പോട്ട് വെൽഡ് ചെയ്തിട്ട് ഇവിടെയാണ് ചെയ്യുന്നത്. ചില കമ്പനികൾ ഈ പറഞ്ഞ സെല്ലിൻ്റെ ചുറ്റും ടേപ്പ് പോലും അടിക്കാറില്ല. ചുമ്മാ സെല്ല് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ചുമ്മാ സ്പോട്ട് വെൽഡ് ചെയ്തിട്ട് അങ്ങ് ഒരു നൈസ് സോൾഡർ ചെയ്തിട്ട് അങ്ങ് വിടുകയാണ്. ചില ടീംസ് ആണെങ്കിൽ ഇത് സോൾഡർ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിരി വരും. നമ്മുടെ വീടിനടുത്തുള്ള പിള്ളേർ ഇതിൽ നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3.2 വോൾട്ടിൻ്റെ 7 സെല്ല് വെച്ചിട്ട് മൊത്തം 28 സെല്ലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 12.8 വോൾട്ട് 42Ah ആയിട്ട് മാറിയത്. ഇതിൻ്റെ കണക്ഷനൊക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, വളരെ സിമ്പിളായിട്ട് ഉള്ളൂ. ഒരു കമ്പനിക്കാർക്ക് ഇതിവിടെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഈ സെല്ല് ഓരോന്നും ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇതിവിടെ ഒരു ബാറ്ററി പാക്ക് ആക്കി വിടുന്നത്. അതും BMS വെച്ചിട്ട് പിന്നെയും ഇതിൻ്റെ ബാലൻസ് ആവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒക്കെ കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് വിടുന്നത്. ഇതുപോലത്തെ ചെറിയ ഒരു ലിഥിയം ബാറ്ററി പാക്കിലൊക്കെ മിക്ക കമ്പനികളും ഉപയോഗിക്കുന്ന BMS ഒക്കെ വളരെ വില കുറഞ്ഞ BMS ആണ്.
അതുകൊണ്ട് തന്നെ ഷോർട്ടായി കഴിഞ്ഞാൽ സംഭവം ചിലപ്പോൾ അടിച്ചു പോകും. അത്രേ ഉള്ളൂ അതിൻ്റെ ക്വാളിറ്റി. പിന്നെ സീരിയസ് ആയിട്ടും പാരലറായിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ BMS പോകാറുണ്ട്. അങ്ങനെ പോയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലിഥിയം ബാറ്ററി പാക്കിൽ ഈ ഒരു കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് 20 ആംപിയറിൻ്റെ ഒരു BMS ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 20 ആംപിയർ ആണ്. ഇതൊരു അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു BMS ആണ്. വലിയ തരക്കേടില്ല എന്ന് പറയാം. ഇതിൻ്റെ കമ്പനിയുടെ പേരൊന്നും ഇല്ല. ഒരു 20 ആംപിയറിൻ്റെ BMS അത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ലിഥിയം ബാറ്ററി പാക്ക് പൊളിച്ച് കാണിക്കാം.